തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം ഉപതെരഞ്ഞെടുപ്പിൽ UDF നേടിയ 83 വോട്ടിൻ്റെ വിജയം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സെമി ഫൈനലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് വിശേഷിപ്പിച്ച സാഹചര്യത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതീക്ഷ പകരുന്ന ഒന്നാണ്. വിഴിഞ്ഞം കഴിഞ്ഞ 10 വർഷമായി LDFന്റെ കൈവശമിരിക്കുന്ന വാർഡാണ്. അവിടെ 83 വോട്ടിൻ്റേതെങ്കിലും ശ്രദ്ധേയമായ ഒരു വിജയം. UDF കോർപ്പറേഷനിൽ 19 സീറ്റുമായി 3-ാം സ്ഥാനത്താണ് എന്നുള്ള സ്ഥിതിവിശേഷം നിലനിൽക്കെ തന്നെ വിജയിക്കാനാകുന്നു എന്നുള്ളത് UDFനെയും കോൺഗ്രസിനെയും സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ വികാരം തങ്ങൾക്ക് അനുകൂലമായി മാറുന്നുണ്ട്, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വികാരം UDFന് അനുകൂലമായി മാറുന്നുണ്ട് എന്ന് അടിവരയിട്ട് ഉറപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. രണ്ട് മുന്നണികൾക്കും റിബൽ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്ന ഇടമാണ്. ഈ റിബലുകൾ അവിടെ ഒരു സ്വാധീനവും ചെലുത്തിയില്ല. LDFന്റെ റിബൽ മുൻ കൗൺസിലർ വെറും 118 വോട്ട് മാത്രം പിടിച്ചപ്പോൾ UDFന്റെ റിബൽ യൂത്ത് കോൺഗ്രസിന്റെ പഴയ നേതാവായിരുന്ന ആളാണ് മത്സരിച്ചത്. അദ്ദേഹത്തിന് 450-ലധികം വോട്ടുകൾ മാത്രമാണ് നേടാനായത്. വിജയിച്ച UDF സ്ഥാനാർത്ഥി 2900 വോട്ട് സുധീർ ഖാൻ നേടിയപ്പോൾ 2800-ലധികം വോട്ടാണ് LDF സ്ഥാനാർത്ഥിക്ക് നേടാനായത്. പക്ഷേ അവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, കഴിഞ്ഞ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെറും 500 വോട്ട് മാത്രം നേടിയ BJP ഇത്തവണ 2400-ലധികം വോട്ട് വിഴിഞ്ഞത്ത് നേടി എന്നുള്ളതാണ് ശ്രദ്ധേയമാകുന്നത്. അതിന് ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദി LDF തന്നെയാണ്. കാരണം വാർഡ് വിഭജനത്തിൻ്റെ കാര്യത്തിൽ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള വ്യഗ്രതയ്ക്കിടയിൽ BJPക്ക് അനുകൂലമായേക്കാവുന്ന വോട്ടുകൾ കൂടി പലയിടത്തും കൂട്ടിച്ചേർക്കപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യം ഇവർ കാണാതെ പോയി. കഴക്കൂട്ടത്തൊക്കെ സംഭവിച്ചത് അതാണ്. നമ്മൾ വിശദമായി നേരത്തെ അതേക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ വിഴിഞ്ഞം എന്ന് പറയുന്ന പഴയ വാർഡ്, ഈ പുനഃക്രമീകരണത്തിന് മുമ്പുള്ള വിഴിഞ്ഞം വാർഡിൽ 6000-7000 വോട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത്. ശരാശരി ഒരു 5000-ൽ താഴെ വോട്ട് പോൾ ചെയ്യും. അവിടെ നിന്ന് 13000-ലധികം വോട്ടുള്ള ഒരു വാർഡാക്കി വിഴിഞ്ഞത്തിനെ മാറ്റി. വെങ്ങാനൂർ, മുല്ലൂർ, കോട്ടപ്പുറം തുടങ്ങിയ മേഖലകളിൽ BJPക്ക് താരതമ്യേന സ്വാധീനമുള്ള മേഖലകളിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളെ കൂടി ഈ വാർഡിലേക്ക് ഉൾപ്പെടുത്തി 13000 വോട്ടാക്കി മാറ്റി. ഇപ്പോഴത്തെ കണക്കുകൾ പരിശോധിച്ചാൽ 500 വോട്ടിൽ നിന്ന് 2400 വോട്ടിലേക്കുള്ള BJPയുടെ വളർച്ച എന്ന് പറയുന്നത് നിസ്സാരമായി ആകുന്ന ഒന്നല്ല. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുണ്ടായിരുന്ന വിഴിഞ്ഞം പോലെയുള്ള ഒരു മേഖലയിൽ. അതായത് വിജയിച്ച സ്ഥാനാർത്ഥിയും 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന BJPയുടെ സർവശക്തിപുരം ബിനുവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വെറും 500 വോട്ടാണ്. വെറും 500 വോട്ട് കിട്ടിയിരുന്ന ഇടത്ത് 2400 വോട്ടിലേക്കുള്ള വളർച്ച BJPക്ക് ഉണ്ടാക്കാൻ കാരണമായത് ആര് എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത്. BJPക്ക് നേരത്തെ ജയിക്കാൻ സാഹചര്യമുണ്ടായിരുന്ന വെങ്ങാനൂർ വാർഡുണ്ട്. ആ വാർഡിനെ വെട്ടിമുറിച്ച് ഇവിടേക്ക് കൊണ്ടുവരികയാണ്. തങ്ങൾക്ക് അനുകൂലമാകും എന്നുള്ള ഏതോ ഒരു മൂഢചിന്ത LDFന്റെ കേന്ദ്രങ്ങൾക്ക് ഈ വാർഡ് വിഭജന കാലത്ത് ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. ബുദ്ധിയുള്ള ആരും ചെയ്യാത്ത തരത്തിലുള്ള വാർഡ് വിഭജന ക്രമീകരണങ്ങളാണ് യഥാർത്ഥത്തിൽ LDF തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചെയ്തത്. BJPക്ക് ഒന്ന് എത്തി നോക്കാൻ പോലും സാധിക്കാതിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ ന്യൂനപക്ഷ സ്വാധീനമുള്ള മേഖലകളിലെ വാർഡുകളെ വെട്ടിമാറ്റി അതിനെയൊക്കെ ഒന്നിച്ചാക്കി 5000 വോട്ടുണ്ടായിരുന്നിടത്ത് 15000 വോട്ടാക്കി മാറ്റി BJPക്ക് സ്വാധീനമുള്ള മേഖലകളിൽ പുതിയ വാർഡുകൾ ഉണ്ടാക്കി കൊടുത്തു. കഴക്കൂട്ടത്ത് 22-ൽ നിന്ന് 28 ആയപ്പോൾ BJP ഗണ്യമായ നേട്ടം അവിടെ ഉണ്ടാക്കി. നമ്മൾ നേരത്തെ അത് പറഞ്ഞതാണ്. പുതുതായി ഉണ്ടാക്കിയ 10 വാർഡുകളിൽ 7 എണ്ണവും BJPയാണ് പിടിച്ചത്. ഇപ്പോൾ കഴക്കൂട്ടത്തും സംഭവിച്ചത്, ഈ വിഴിഞ്ഞത്തും സംഭവിച്ചത് അത് തന്നെയാണ്. വിഴിഞ്ഞത്തും BJPയുടെ വളർച്ച അടയാളപ്പെടുത്തുന്നത് LDFന്റെ ബുദ്ധിയില്ലായ്മ മൂലമുള്ള ഈ വാർഡ് വിഭജനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. LDFന്റെ റിബലാണ് LDFനെ അവിടെ തോൽപ്പിച്ചത് എന്ന് ഇനി ഒരു കാരണവശാലും പറയാൻ സാധിക്കില്ല. കാരണം മുൻ കൗൺസിലർ കൂടിയായ റിബലിന് അവിടെ 118 വോട്ടേ കിട്ടിയുള്ളൂ. അതേസമയം UDFന്റെ റിബലിന് 484 വോട്ട് കിട്ടുന്ന സാഹചര്യം ഉണ്ടായി. എന്നിട്ടും അവിടെ 83 വോട്ടിന്റെ മനോഹരമായ വിജയം നേടാനായത് UDFനെ സംബന്ധിച്ചിടത്തോളം ഈ ന്യൂനപക്ഷ മേഖലകളിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന്റെ തീരദേശ മേഖലകളിൽ UDFനോടുള്ള ആഭിമുഖ്യം തിരികെ പിടിക്കാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ അടയാളപ്പെടുത്തലായി തന്നെയാണ് നമ്മൾ കാണേണ്ടത്. അത് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം UDFന് അനുകൂലമായ ഒരു വികാരമായി മാറും എന്നുള്ള കാര്യത്തിൽ UDF കേന്ദ്രങ്ങൾ പ്രത്യാശ പ്രകടിപ്പിക്കുന്നു. അപ്പോൾ വിഴിഞ്ഞമടക്കമുള്ള ആ വലിയ പ്രോജക്റ്റുകളുടെ ഉത്തരവാദിത്വം ആർക്ക് എന്നുള്ള ചർച്ചകൾ സജീവമാകുന്ന ഘട്ടത്തിൽ ആ വിഴിഞ്ഞം മേഖലയിൽ നിന്ന് അതിനനുകൂലമായ ഒരു വികാരം, അതായത് ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് UDF 3-ാം സ്ഥാനത്താണ് എന്ന് അറിയാമായിരിക്കെ, ഭരണത്തിൽ UDFനൊരു ഭാഗധേയത്വം ഇല്ല എന്നറിയാമായിരിക്കെ
UDF വിജയിപ്പിക്കാൻ ആളുകൾ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടാകും. ആ രാഷ്ട്രീയ കാരണങ്ങളിലാണ് UDF പ്രതീക്ഷ വച്ച് പുലർത്തുന്നത്.